സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. ഇപ്പോൾ നമ്മുടെ നാഷണൽ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ബയോളജിയിൽ നമ്മൾ കുറച്ച് ക്ലാസ്സുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ലൈവ് ക്ലാസ്സുകളൊക്കെ? അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ ബയോളജിയിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അത്യാവശ്യം മിക്ക ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്തിട്ട് നമ്മുടെ പബ്ലിക് എക്സാമിന് വരുന്ന 18 ചാപ്റ്റേഴ്സിൽ ഏകദേശം ഒരു 14ഓളം ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലാസ്റ്റിൽ വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ നമുക്കത് ഇന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് 22ാമത്തെ ചാപ്റ്റർ ആയിരുന്നു അല്ലേ. നെക്സ്റ്റ് ചാപ്റ്റർ 23rd ചാപ്റ്റർ ദ മോളിക്കുലാർ ഇൻഹെറിറ്റൻസ് ആൻഡ് ജീൻ എക്സ്പ്രഷൻ. നമ്മുടെ ജെനറ്റിക്സിൽ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് 23rd ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിലെ എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മുടെ എക്സാമിന് പബ്ലിക് എക്സാമിന് നമുക്ക് ഒരു 16ഓളം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഈ ഒരു ടൈപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം 16 മാർക്ക് അത് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് 16 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം എന്താണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താ പറയുക നമ്മൾ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത്, പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ദെർഫോർ എല്ലാവരും എന്ത് ചെയ്യുക, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് ദ അബ്രിവിയേഷൻ ഓഫ് എ DNA. DNA-യുടെ അബ്രിവിയേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അതുപോലെ തന്നെ ഡി റൈബോ ന്യൂക്ലിക് ആസിഡ്, ഡെക്ക റൈബോ ന്യൂക്ലിക് ആസിഡ്, അതുപോലെ തന്നെ നൺ ഓഫ് ദ അബോ. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. എന്താണ് DNA-യുടെ ഫുൾ ഫോം അല്ലെങ്കിൽ അബ്രിവിയേഷൻ? ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് നമ്മുടെ DNA-യുടെ ഫുൾ ഫോം വരുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെയിം ദ ഷുഗർ ദാറ്റ് ദ നൈട്രോജീനിയസ് ബേസസ് ഫൗണ്ട് ഇൻ എ DNA. DNA-യിൽ കാണപ്പെടുന്ന നൈട്രോജീനിയസ് ബേസസ് ഉള്ള ഷുഗറും നൈട്രോജീനിയസ് ബേസസും ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ DNA-യിലുള്ള ഷുഗറും നൈട്രോജീനിയസ് ബേസും ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡിയോക്സി റൈബോസ് ഉണ്ട്, അതുപോലെ തന്നെ അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദ അബോ. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ DNA-യിൽ അടങ്ങിയിരിക്കുന്ന ഷുഗറുകളും നൈട്രോജീനിയസ് ബേസുകളും ഏതൊക്കെയാണ്? ഡിയോക്സി റൈബോസ് ആണ് നമ്മുടെ ഷുഗർ, അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ ആണ് നമ്മുടെ നൈട്രോജീനിയസ് ബേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 4 എന്താണ് DNA-യിൽ കാണപ്പെടുന്നതാണ്. ദെർഫോർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെയിം ദ 4 എൻസൈം നീഡഡ് ഫോർ എ DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള എൻസൈംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. DNA റെപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ഏതൊക്കെയാണ്? ഹെലിക്കേസ് ഉണ്ട്, DNA പോളിമറൈസ് ഉണ്ട്, DNA ലിഗേസ് ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പോ ഐസോമറൈസ് ഉണ്ട്. ഇത് 4ആണ് നമ്മുടെ DNA റെപ്ലിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ എൻസൈംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. മോളിക്കുലാർ ബയോളജിയിലുള്ള സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെൻട്രൽ ഡോഗ്മ? നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് എ ഇൻഫോർമേഷൻ ഫ്രം ജീൻ ടു ദ സൈറ്റ് ഓഫ് എ പ്രോട്ടീൻ സിന്തസിസ്. ജീനിൽ നിന്ന് പ്രോട്ടീൻ സിന്തസിസിന്റെ സൈറ്റിലേക്ക് ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൻട്രൽ ഡോഗ്മ എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? ജീൻസിൽ നിന്ന് പ്രോട്ടീൻ സിന്തസിന്റെ സൈറ്റിലേക്ക് ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെൻട്രൽ ഡോഗ്മ എന്ന് പറയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെയിം ദ 3 ടൈപ്പ് ഓഫ് RNA ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 3 ടൈപ്പ് ഓഫ് RNA ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? mRNA ഉണ്ട്, tRNA ഉണ്ട്, hnRNA ഉണ്ട്. ഇത് 3ആണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെയിൻ RNAs. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിന്റെ ആ ഒരു സെൻട്രൽ ഡോഗ്മ തന്നിട്ടുണ്ട്, ഡയഗ്രാം തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത്, റോങ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനെ കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നേക്കുന്നത് DNA ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് RNA ആവും, ദെൻ റെപ്ലിക്കേഷൻ നടന്ന് പ്രോട്ടീൻ ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ? DNA ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് RNA ആണോ ആവുന്നത്? അല്ലല്ലോ, mRNA ആണ് ആവുന്നത് അല്ലേ. DNA ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് mRNA ആയി അത് ട്രാൻസ്ലേഷൻ നടന്നിട്ടാണ് പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേർ ഇൻ ദ യൂക്കാരിയോട്ടിക് സെൽ ട്രാൻസ്ക്രിപ്ഷൻ, റെപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഒക്കെ.
നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിന്റെ ഭാഗമായിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും റെപ്ലിക്കേഷനും എവിടെയാണ് നടക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ട്രാൻസ്ക്രിപ്ഷനും റെപ്ലിക്കേഷനും നടക്കുന്നത് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ അകത്താണ്. ട്രാൻസ്ലേഷൻ നടക്കുന്നത് റൈബോസോമിൽ, സൈറ്റോപ്ലാസ്മത്തിലെ റൈബോസോമിലാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. മറക്കരുത്, ട്രാൻസ്ക്രിപ്ഷനും റെപ്ലിക്കേഷനും നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ അകത്തും ട്രാൻസ്ലേഷൻ നടക്കുന്നത് നമ്മുടെ സൈറ്റോപ്ലാസ്മത്തിലെ റൈബോസോമിലും ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ മ്യൂട്ടേജൻസ്? എന്താണ് മ്യൂട്ടേജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീൻസിൽ സഡൻ ചേഞ്ചസ് വരുന്നതിന് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം മ്യൂട്ടേജൻ്റ് എന്തായിരിക്കും? ദ ഏജന്റ് ദാറ്റ് കോസ് മ്യൂട്ടേഷൻ. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസിൽ മ്യൂട്ടേഷന് കാരണമാകുന്ന ഏജൻസിനെയാണ് നമ്മൾ മ്യൂട്ടേജൻസ് എന്നറിയപ്പെടുന്നത്. മ്യൂട്ടേജൻ 2 കാറ്റഗറീസ് ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ റേഡിയേഷൻ, സെക്കൻഡ് വൺ ഈസ് ദ കെമിക്കൽസ്. റേഡിയേഷൻസിൽ ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ എക്സ്റേ, UV റേ, അതുപോലെ തന്നെ ആൽഫ റേഡിയേഷൻസ് ഒക്കെയാണ് നമുക്ക് മ്യൂട്ടേഷന് കാരണമായിട്ടുള്ള മ്യൂട്ടേജൻസ്. ദെൻ കെമിക്കൽസ് ആയിട്ട് വരുന്നത് നമ്മുടെ മസ്റ്റാർഡ് ഗ്യാസ്, അതുപോലെ തന്നെ ആക്ടിനോമയോസിൻ ഡി. ആക്ടിനോമയോസിൻ ഡി എന്താണ്? ഇസ് എ ടൈപ്പ് ഓഫ് കെമിക്കൽ മ്യൂട്ടേജൻസ്. മ്യൂട്ടേജൻസും മ്യൂട്ടേഷനൊക്കെ എന്താണെന്നുള്ളത് ക്ലിയർ ആയി. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് കവർ ചെയ്തു. നെക്സ്റ്റ്, വാട്ട് ഈസ് മ്യൂട്ടേഷൻ? വെൻ മ്യൂട്ടേഷൻ ഈസ് കോൾഡ് ട്രാൻസിഷൻ മ്യൂട്ടേഷൻ. അപ്പോൾ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ സ്ട്രക്ചറിലും കണ്ടന്റിലും ഓർഗനൈസേഷനിലും അത് ചേഞ്ച് വന്നിട്ട് അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് എന്ത് ചെയ്യുക? പാസ് ചെയ്ത് കൊടുക്കുക. അതിനാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ 1 ജീൻ മ്യൂട്ടേഷൻ നടക്കാറുണ്ട്, അതിനെ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയാറുണ്ട്. അതല്ല, ചില കേസിൽ അതല്ലാതെ നടക്കാറുണ്ട് അല്ലേ? അപ്പോൾ ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പ്യൂറിൻ ബേസ് മറ്റൊരു പ്യൂറിൻ ബേസുമായിട്ട് എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുകയാണ്. മറ്റൊരു പിരമിഡിലുള്ള പ്യൂറിൻ ബേസുമായിട്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന മ്യൂട്ടേഷനെയാണ് നമ്മൾ ട്രാൻസിഷൻ മ്യൂട്ടേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, 23rd ചാപ്റ്റർ, നമ്മുടെ ജെനറ്റിക്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മോളിക്കുലാർ ബയോളജി അല്ലേ നമ്മൾ പഠിക്കാനുള്ള മേജറായിട്ട് വരുന്ന പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോളജി. എക്കോളജിയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ മേജർ കമ്പോണൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൻ്റെ മേജർ കമ്പോണൻ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? റിസോഴ്സസ് ഉണ്ട്, നമ്മുടെ എയർ, സോയിൽ, വാട്ടർ പോലെയുള്ള റിസോഴ്സുകൾ. ദെൻ റെഗുലേറ്ററി ഫാക്ടേഴ്സ്, ലൈറ്റ്, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ പ്രഷർ പോലെയുള്ള റെഗുലേറ്ററി ഫാക്ടേഴ്സ്. പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ്. എന്താണ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതെല്ലാം കൂടി ചേർന്നതാണ് അല്ലേ? നമ്മുടെ എയർ, സോയില്, വാട്ടർ, മറ്റ് പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയാസ്, അതിനെ കൺട്രോൾ ചെയ്യുന്ന ടെമ്പറേച്ചർ, അതുപോലെ തന്നെ പ്രഷർ, ലൈറ്റ്, ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടോട്ടൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് എന്നറിയപ്പെടുന്നത്. ദെർഫോർ ഓപ്ഷൻ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓൾ ഓഫ് ദ എബവ് ആണ്. എ പോപ്പുലേഷൻ വിത്ത് ഈക്വൽ നമ്പർ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. അതായത് ഒരു പോപ്പുലേഷനിലെ ഡെത്ത് റേറ്റും ബർത്ത് റേറ്റും ഈക്വൽ ആണെങ്കിൽ അത് എങ്ങനെയുള്ള ഗ്രോത്ത് ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു ഫേസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നേക്കുന്നത് ആക്സലറേഷൻ ഫേസ് ഓഫ് ഗ്രോത്ത്, ദ പ്ലാന്റ്യൂ ഫേസ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, ഇനീഷ്യൽ ഫേസ്. എന്താണ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഈക്വൽ ആവുന്ന ആ ഒരു ഫേസ് നമ്മൾ എന്താ അറിയപ്പെടുന്നത്? ഇസ് എ പ്ലാന്റ്യൂ ഫേസ്. കറക്റ്റ് ഓപ്ഷൻ ബി ആണ് പ്ലാന്റ്യൂ ഫേസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂമൻ പോപ്പുലേഷൻ കാണിക്കുന്ന ഗ്രോത്ത് കർവിൻ്റെ ഷേപ്പ് എന്താണ്? ദ ഹ്യൂമൻ പോപ്പുലേഷൻ ഷോ ദ ഷേപ്പ് ഓഫ് എസ് ഷേപ്പ്ഡ് ഗ്രോത്ത് കർവ്. ജെ ഷേപ്പോ ഇസഡ് ഷേപ്പോ അല്ല, എസ് ഷേപ്പ്ഡ് ഗ്രോത്ത് കർവ് ആണ് നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ കാണിക്കുന്നത്. ദെർഫോർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, എസ് ഷേപ്പ്ഡ് ഗ്രോത്ത് കർവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, when population reaches carrying capacity. When population reaches carrying capacity. പോപ്പുലേഷനും ക്യാരിയിങ് കപ്പാസിറ്റി, അതായത് പോപ്പുലേഷൻ ക്യാരിയിങ് കപ്പാസിറ്റി ആയിട്ട് എത്തുന്ന ആ ഒരു സ്റ്റേജിൽ മോർട്ടാലിറ്റി റേറ്റും ബർത്ത് റേറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, when population reaches carrying capacity, the mortality rate is equal to birth rate. രണ്ടും എന്താണ്? ഈക്വൽ ആവുകയാണ് ചെയ്യുന്നത്. therefore കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കമ്മ്യൂണിറ്റി വിച്ച് സ്റ്റാർട്ട് ദ സസഷൻ ഇൻ ഹാബിറ്റാറ്റ്. ഒരു ഹാബിറ്റാറ്റിൽ സസഷന് കാരണമാകുന്ന അല്ലെങ്കിൽ സസഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നേക്കുന്നത് പോയിനിയർ കമ്മ്യൂണിറ്റി തന്നിട്ടുണ്ട്, സോഷ്യൽ കമ്മ്യൂണിറ്റി തന്നിട്ടുണ്ട്, ബയോട്ടിക് കമ്മ്യൂണിറ്റി തന്നിട്ടുണ്ട്, എക്കോസിയർ തന്നിട്ടുണ്ട്. ഏത് കമ്മ്യൂണിറ്റിയാണ്
നമ്മുടെ സജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? പോയിനിയർ കമ്മ്യൂണിറ്റി അല്ലേ? നമ്മൾ സജഷൻ്റെ പല സ്റ്റേജുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെർഫോർ പോയിനിയർ കമ്മ്യൂണിറ്റി ആണ് ഒരു ഹാബിറ്റ് ആയിട്ടുള്ള സജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പോപ്പുലേഷൻ്റെ ഡെൻസിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിന് നമ്മളൊരു ഡയഗ്രത്തിൽ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഡയഗ്രത്തിൽ നിന്ന് മെൻഷൻ ദ ഫാക്ടേഴ്സ് which increase the density and those decrease the density. പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇങ്ങോട്ടേക്ക് വരികയാണ് അല്ലേ, ഈ പോപ്പുലേഷനിലേക്ക് ആളുകൾ വരികയാണ് ചെയ്യുന്നത്. ഫോർ അത് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. എമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതും ഇങ്ങോട്ട് എമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആളുകൾ പോവുകയാണ്, എമിഗ്രേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ദെർഫോർ ഡെൻസിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇമിഗ്രേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്, എമിഗ്രേഷൻ ഡെൻസിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ദെൻ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെത്ത് ആണ് അല്ലേ, ഡെത്ത് നടക്കുകയാണ് ചെയ്യുന്നത്. പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി എന്താ ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ നാറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർത്ത് നടക്കുന്നതിന് നാറ്റാലിറ്റി എന്ന് പറയുന്നത്, നാറ്റാലിറ്റി നമ്മുടെ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നാറ്റാലിറ്റിയും ഇമിഗ്രേഷനും ആണ് നമ്മുടെ ഡെൻസിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്നത്. മോർട്ടാലിറ്റിയും എമിഗ്രേഷനും ആണ് അതിനെ ഡിക്രീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിൽഡ് എ ഫുഡ് ചെയിൻ ഷോയിങ് 1 പ്രൊഡ്യൂസർ ആൻഡ് 3 കൺസ്യൂമേഴ്സ്. ഒരു പ്രൊഡ്യൂസറും 3 കൺസ്യൂമറും ഉള്ള ഒരു ഫുഡ് ചെയിൻ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൽ വാട്ട് വിൽ ബി ദ ട്രോഫിക് ലെവൽ ഓഫ് ഫൈനൽ കൺസ്യൂമർ? ആ ഫുഡ് ചെയിനിലെ ഫൈനൽ കൺസ്യൂമറിൻ്റെ ട്രോഫിക് ലെവൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു ഫുഡ് ചെയിൻ ഏതാണ്? ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്സ് അല്ലേ? നമുക്ക് എല്ലാവർക്കും നമ്മൾ 6ാം ക്ലാസ് മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് ചെയിനാണിത്. ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ് ആൻഡ് സ്നേക്സ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഇതാണ് പ്രൊഡ്യൂസർ വരുന്നത്. ഇത് 3 കൺസ്യൂമേഴ്സ് ആണ്. ഇതിൽ ഫൈനൽ കൺസ്യൂമർ ആയിട്ടുള്ള സ്നേക്കിൻ്റെ ട്രോഫിക് ലെവൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സ്നേക്ക് ഈസ് എ ടെറിഷറി ലെവൽ കൺസ്യൂമർ. എന്താണ്? ടെറിഷറി ലെവൽ കൺസ്യൂമർ ആണ് അല്ലേ? അത് കാർണിവോർ ആണ് നമ്മുടെ ഫ്രോഗ് ഫ്ലഷ് ആണ് ഈറ്റ് ചെയ്യുന്നത്. ദെർഫോർ ഇത് ടെറിഷറി ലെവലാണ്. ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി, ഇത് ടെറിഷറി ലെവൽ ഓഫ് കൺസ്യൂമർ ആണ് സ്നേക്സിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഡിഫൈൻ ആൻ ഇക്കോസിസ്റ്റം. എക്കോസിസ്റ്റം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്കോസിസ്റ്റം എന്താണ്? is a self-sustaining unit of nature. ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. is a self-sustaining unit of nature. നേച്ചറിൻ്റെ ഒരു സെൽഫ്-സസ്റ്റെയിനിങ് യൂണിറ്റ് ആണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് ഫങ്ഷണലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ലിവിങ് ഓർഗാനിസംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്ന ഒരുപാട് ലിവിങ് ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. അവരുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓർഗാനിസംസും അവർ ഇൻവോൾവഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ഇൻട്രാക്ട് ചെയ്ത് പല ഓർഗാനിസംസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുകയും അവർ ഇൻട്രാക്ട് ചെയ്യുന്ന അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ഇതൊക്കെ കൂടി ചേർന്നതിനാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എക്കോസിസ്റ്റം 2 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ടെറസ്ട്രിയൽ ആൻഡ് അക്വാറ്റിക് എക്കോസിസ്റ്റം. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ഉണ്ട്, അക്വാറ്റിക് എക്കോസിസ്റ്റം ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നിനും ഓരോ മാർക്കായിരിക്കും ഉണ്ടാവുക. ദെർഫോർ അത് ഏതാണെന്ന് മാത്രം എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ഓർഗാനിസംസ് where one receive benefit and at the cost of other is known as. അതായത് ഒന്നിന് ബെനിഫിറ്റ് ഉണ്ടാവുകയും മറ്റൊന്നിന് ബെനിഫിറ്റ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ മറ്റൊന്നിന് ഹാംഫുൾ ആവുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം പല ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ? സിംബയോൺസ് ഉണ്ട്, പാരാസൈറ്റസ് ഉണ്ട്, സാപ്രോഫൈറ്റ്സ് ഉണ്ട്. ദെർഫോർ ഒരു ഓർഗാനിസംസിന് ബെനിഫിറ്റും മറ്റൊന്നിന് ഹാംഫുൾ ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പാരാസൈറ്റിസം എന്നാണ് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് അഗെയിൻസ്റ്റ് ദ മാക്സിമം പോപ്പുലേഷൻ ഗ്രോത്ത്. മാക്സിമം പോപ്പുലേഷൻ ഗ്രോത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? എൻവയോൺമെൻറ്റൽ റെസിസ്റ്റൻസ് അല്ലേ? എൻവയോൺമെൻറ്റൽ റെസിസ്റ്റൻസ് കാരണമാണ് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്തിൽ എന്തുണ്ടാവുന്നത്? ഗ്രോത്തിനെ കുറയ്ക്കാനുള്ള കാരണം. എൻവയോൺമെൻറ്റിൽ ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന സമയത്താണ് പോപ്പുലേഷൻ്റെ ഗ്രോത്ത് കുറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് വെറ്റ്ലാൻഡ് ആൻഡ് എ ലോട്ടിക് ടൈപ്പ് ഓഫ് ഇക്കോസിസ്റ്റം. ഒരു വെറ്റ്ലാൻഡിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? സ്വാംസ് ഒരു വെറ്റ്ലാൻഡാണ്, മാർഷസ് ഒരു വെറ്റ്ലാൻഡാണ്, മാംഗ്രൂവ്സ് ഒരു വെറ്റ്ലാൻഡാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. അടുത്തത് ലോട്ടിക് ടൈപ്പ് എക്കോസിസ്റ്റം. ലോട്ടിക് ടൈപ്പ് എക്കോസിസ്റ്റം ഉണ്ട്. എക്കോസിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. സ്പ്രിങ്സ്, മൗണ്ടെയിൻ ബ്രൂക്സ്, സ്ട്രീംസ്, റിവേഴ്സ് ഒക്കെ എന്താണ്? ലോട്ടിക് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം ആണ്. ഇത്രയാണ്
എക്കോസിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ള മിക്ക പോർഷൻസിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ 28th ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് ആണ്. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരുപാട് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് അല്ലേ. നമ്മുടെ ന്യൂട്രീഷനെ കുറിച്ചിട്ടും നമ്മുടെ ഹെൽത്തിനെ കുറിച്ചിട്ടും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഡിസീസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് എ റോങ് ഓപ്ഷൻ ടു ഗെറ്റ് റീഡ് ഓഫ് ഒബസിറ്റി, കൺട്രോൾ യുവർ ഡയറ്റ്. നമ്മുടെ ഒബസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബസിറ്റി ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് റോങ് ഓപ്ഷൻ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ, അവോയ്ഡ് ദ ഫ്രൈഡ് ഫുഡ്. ഫ്രൈഡ് ഫുഡ് ഒഴിവാക്കുക. അവോയ്ഡ് ഫുഡ് ഐറ്റം റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക. അവോയ്ഡ് ഈറ്റിംഗ് വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് കഴിക്കുന്നത് ഒഴിവാക്കുക. ഈറ്റ് ഇനഫ് ഫ്രൂട്ട്സ്. ആവശ്യത്തിന് എന്ത് ചെയ്യുക, ഫ്രൂട്ട്സ് കഴിക്കുക. അപ്പം ഇതിൽ ഫ്രൈഡ് ഫുഡ് ഒഴിവാക്കുന്നത് എന്താണ്, നമ്മുടെ ഒബസിറ്റി കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മുടെ എന്താ പറയുക, കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുന്നത് എന്താണ്, നമ്മുടെ ഡയറ്റ് കൺട്രോളിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഈറ്റിംഗ് വെജിറ്റബിൾസ് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ് അല്ലേ. വെജിറ്റബിൾസ് കഴിക്കുകയാണ് വേണ്ടത് നമ്മൾ അല്ലേ. നമ്മുടെ ഒബസിറ്റി കൺട്രോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുകയാണ് വേണ്ടത്. ദെർഫോർ കറക്റ്റ് ആൻസർ വരുന്നത് റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത്, among the food constituent the richest source of energy and also excess of which cause obesity. അതായത് നമ്മുടെ ഫുഡ് കോൺസ്റ്റിറ്റ്യൻസിൽ എനർജി റിച്ച് ആയിട്ടുള്ള സോഴ്സ് ഏതാണ്, അതുപോലെ തന്നെ നമ്മുടെ ഒബസിറ്റിയെ ഓൾസോ എക്സസ് ഫോർ ഒബസിറ്റി കോസ് ചെയ്യുന്ന ആ ഒരു ഫുഡ് കോൺസ്റ്റിറ്റ്യൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻസ് പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. ഏതാണ് ഒബസിറ്റിക്ക് കാരണമാകുന്ന ആ ഫുഡിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്, ഫാറ്റ് ആണ് അല്ലേ. കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് മെയിൻലി നമ്മുടെ ഒബസിറ്റിക്ക് കാരണമാകുന്നത്. ദെർഫോർ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കൊരു പാരഗ്രാഫിൽ ഒരു പ്രത്യേക നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തുള്ള കുറച്ച് ആളുകളുടെ സിറ്റുവേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ അവർ കൺട്രി സഫർ ഫ്രം മാൽ ന്യൂട്രീഷൻ. നമ്മുടെ കൺട്രിയിലെ കുറച്ച് ആളുകൾ മാൽ ന്യൂട്രീഷന് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ ഹെൽത്തിനെ മാൽന്യൂട്രീഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചൈൽഡ്സിൻ്റെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ജനറലി ദ ഗ്രോയിങ് ചിൽഡ്രൻ സഫർ ഫ്രം പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ. അവിടെയുള്ള കുട്ടികൾ എന്താണ് അനുഭവിക്കുന്നത്, PEM, പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ ആണ്. അവിടെ ആ ഒരു രോഗം കൊണ്ടാണ് അവർ സഫർ ചെയ്യുന്നത്. ഓക്കെ, എ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 1 to 5 years സഫർ. മെയിൻലി 1 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ ഒരു ഡിസീസ് കൊണ്ട് സഫർ ചെയ്യുന്നത്. എന്താ പറയുക, ഒരു സിറ്റുവേഷൻ, ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്തിൽ ഗ്രാമത്തിലുള്ള കുട്ടികളുടെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാരഗ്രാഫിനെ സംബന്ധിച്ച് നമ്മളോടൊരു 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അവർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഡിസീസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 കോമൺ ഡിസീസസ് ഓഫ് PEM. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനിൽ 2 കോമൺ ഡിസീസുകളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു സിറ്റുവേഷനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാരഗ്രാഫ് അവർ തരുന്നത്. മെയിൻലി നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള പാഠഭാഗങ്ങളിൽ നിന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്, ഡിസീസ് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളെ ബോഡിയുടെ ഏതെങ്കിലും ഒരു പാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ആ ഒരു ഭാഗത്തിന് എന്താവുക, അത് മാൾ ഫങ്ഷൻ, ആ ഒരു പ്രോസസ്സ് മാൾ ഫങ്ഷൻ ആവുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്ത ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത് അല്ലേ. ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അസുഖം വരും നമുക്ക് അല്ലേ. നമ്മുടെ ആ ഒരു ബോഡി പാർട്ടിൻ്റെ ഫങ്ഷനൊക്കെ ഡിസ്റ്റർബ്ഡ് ആവുക അല്ലെങ്കിൽ ഡാമേജ്ഡ് ആവുക, നോർമൽ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ലിറ്ററലി അതിൻ്റെ മീനിങ് എന്താണ്, ഇറ്റ്സ് നോട്ട് ഇറ്റ് ഈസി ആയിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഡിസീസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് PEMൻ്റെ 2 കോമൺ എക്സാമ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്, നമ്മൾ ഒരുപാട് PEM ഡിസീസുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 PEM ഡിസീസസ് ആണ് മെരാസ്മസും അതുപോലെ തന്നെ ക്വാഷിയോർക്കറും. ഏതൊക്കെയാണ്, മെരാസ്മസും ക്വാഷിയോർക്കറും ആണ് നമ്മുടെ 2 PEM ഡിസീസ് എന്ന് പറയുന്നത്. അടുത്തത്, നമുക്ക് ഒരു ടേബിൾ, ഒരു കോളം തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് തന്നേക്കുന്നത് ഗ്രൂപ്പ് ഓഫ് ഫുഡ്, അതായത് 4 ഐറ്റം ഗ്രൂപ്പ് ഓഫ് ഫുഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് ഫുഡും ഇവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ഗ്രൂപ്പിലും ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഫുഡ് ഇതിൽ ഏതാണെന്ന് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
നമുക്ക് ഒരുപാട് ഫുഡുകൾ തന്നിട്ടുണ്ട്. അതിൽ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ കാറ്റഗറിയിലും വരുന്ന ഫുഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എനർജി പ്രൊവൈഡിങ് ഫുഡ്, സെക്കൻഡ് ബോഡി ബിൽഡിംഗ് ഫുഡ്, തേർഡ് പ്രൊട്ടക്റ്റീവ് ഫുഡ്, 4 റഫേജ്. ഇത് 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡുകൾ ഏതൊക്കെയാണ്? സെറാൾസ്, ഷുഗർ, മിൽക്ക്, മൈസ, ഇതൊക്കെ എന്താണ് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡാണ്. നെക്സ്റ്റ് ബോഡി ബിൽഡിംഗ് ഫുഡ്. ബോഡി ബിൽഡിംഗ് ഫുഡ് നമ്മുടെ ബോഡി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. ദാറ്റ് ഈസ് ദ മിൽക്ക്, സോയാബീൻ, ലെഗ്യൂംസ് ഒക്കെ എന്താണ് ബോഡി ബിൽഡിംഗ് ഫുഡാണ്. പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാം, ഡിസീസ് കോസിങ് ഒന്നും ഇല്ലാതെ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫുഡ് ഏതൊക്കെയാണ്? അംല, ഓറഞ്ച്, ഗ്രീൻ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ഏതെങ്കിലും ഒക്കെയാണ് നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഫുഡായിട്ട് വരുന്നത്. നെക്സ്റ്റ് റഫേജ്. റഫേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബവൽ മൂവ്മെൻറ്റ്, അൺഡൈജസ്റ്റഡ് ഫുഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന അവസ്ഥയെ മാറ്റാനുള്ള അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ്, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ റഫേജ് എന്ന് പറയുന്നത്. അപ്പോൾ റഫേജിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ് ഏതൊക്കെയാണ്? ഗ്രീൻ വെജിറ്റബിൾസ്, മെൻഷൻഡ് ഫ്രൂട്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രൂട്ട്സ്, മൈസ ഒക്കെയാണ് നമ്മുടെ റഫേജിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ്. ഓക്കെ, നെക്സ്റ്റ് നെയിം ദ വാരിയസ് ന്യൂട്രിയൻസ് ഓഫ് ഫുഡ്. നമ്മുടെ ഫുഡിലെ ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് വാട്ടർ. ഇങ്ങനെ 3 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 4ാമത് ഓൾ ഓഫ് ദ എബോവ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇതെല്ലാം എന്താണ് നമ്മുടെ ഫുഡിനകത്തുള്ള ന്യൂട്രിയൻസ് ആണ് അല്ലേ? കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ നമ്മുടെ ഫുഡിനകത്തുള്ള ന്യൂട്രിയൻസ് ആണ്. ദെർഫോർ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, among the food constituent the richest sources of energy and also excess of which cause obesity. അതായത് നമുക്ക് കുറച്ച് ഫുഡ് തന്നിട്ടുണ്ട്, അതിൽ ഏറ്റവും എനർജി റിച്ചസ് ആയിട്ടുള്ളതും ഒബേസിറ്റിക്ക് കാരണമായിട്ടുള്ളതുമായിട്ടുള്ള ഫുഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് തന്നേക്കുന്നത് പ്രോട്ടീൻസ് തന്നിട്ടുണ്ട്, കാർബോഹൈഡ്രേറ്റ് തന്നിട്ടുണ്ട്, ഫാറ്റ് തന്നിട്ടുണ്ട്, വൈറ്റമിൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഫാറ്റും കാർബോഹൈഡ്രേറ്റും എന്താണ് നമുക്ക് ഒബേസിറ്റി കാരണമാകുന്ന എന്താ പറയുക ഫുഡാണെങ്കിലും ഇതിൽ ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് എനർജി ഉള്ളത് നമ്മുടെ ഫാറ്റിലാണ് അല്ലേ? ഫാറ്റാണ് നമ്മുടെ ഒബേസിറ്റിക്ക് മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഫാറ്റി ആയിട്ടുള്ള ഫുഡാണ്. ദെർഫോർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത്, ഗിവ് 2 ഫുഡ് ഐറ്റം വിച്ച് ക്യാൻ പ്രിവെൻറ്റ് ദ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. നമ്മുടെ മിക്ക ആളുകളിലും കാണപ്പെടുന്ന ഒരു ഡിസീസാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളോട് ഡോക്ടേഴ്സ് കഴിക്കാൻ പറയുന്ന ഫുഡുകൾ ഏതൊക്കെയാണ്? എഗ്ഗിൻ്റെ യോക്സ്, അതുപോലെ ബീഫ് ലിവർ, മഷ്റൂംസ് ഒക്കെയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഫുഡുകൾ. അടുത്തത്, ഡിഫൈൻ ദ ഹൈപ്പർ വൈറ്റമിനോസിസ്. എന്താണ് ഹൈപ്പർ വൈറ്റമിനോസിസ്? നെയിം ദ 2 വൈറ്റമിൻ വിച്ച് വെൻ ടേക്കൺ റെഗുലർലി ഇൻ ഡിറ്റക്ടേഴ്സ് ഓഫ് ഹൈപ്പർ വൈറ്റമിൻസ്. അതായത് ഹൈപ്പർ വൈറ്റമിൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട 2 വൈറ്റമിൻസ് ഏതൊക്കെയാണ്? എന്താണ് ഹൈപ്പർ വൈറ്റമിനോസ് എന്ന് പറയുന്നത്? ഹൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൂടുതലാവും അല്ലേ? വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ കൂടുതലാകുന്നതിൻ്റെ പ്രസൻസ് എക്സസ് ആവുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്നത്. വൈറ്റമിൻ എയും ഡിയും ആണ് നമ്മൾ റെഗുലർലി എടുക്കേണ്ട 2 വൈറ്റമിൻസ്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ നമ്മുടെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത മേജർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ 13th ചാപ്റ്റർ ആണ്, ദാറ്റ് ഈസ് ദ ബയോടെക്നോളജി. ബയോടെക്നോളജിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ മൈക്രോ ഓർഗാനിസം യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളെല്ലാ മൈക്രോ ഓർഗാനിസം കൊണ്ട് എന്തുണ്ടാക്കുന്നുണ്ട്? ഇൻഡസ്ട്രിയലി നമ്മൾ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഫംഗൈ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഈസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ബാക്ടീരിയാസ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ദ ഫസ്റ്റ് വൈറ്റമിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫെർമെൻറ്റേഷൻ. ഫെർമെൻറ്റേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് വൈറ്റമിൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫെർമെൻറ്റേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് വൈറ്റമിൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് സിംഗിൾ ജീൻ ഡിസോർഡർ ഇൻ ഹ്യൂമൻ ബീങ്സ്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ കാണപ്പെടുന്ന സിംഗിൾ ജീൻ ഡിസോർഡേഴ്സ് താഴെ തന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് തന്നേക്കുന്നത് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, സ്കിഡ്സ്, ഓൾ ഓഫ് ദ എബോവ്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ സിംഗിൾ ജീൻ ഡിസോർഡർ ആയിട്ട് വരുന്നതിൻ്റെ എക്സാമ്പിൾ ഏതാണ്? സിക്കിൾ സെൽ അനീമിയ ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബാക്ടീരിയം ഹെൽപ്പ് ടു സെറ്റ് മിൽക്ക് ടു യോഗോട്ട്. പാലിനെ തൈരാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചത്. കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന ആൻസർ ആണ് അല്ലേ? ഏതാണ്? ലാക്ടോബാസിലസ് അല്ലേ? ലാക്ടോബാസിലസ് ആണ് നമ്മുടെ മിൽക്കിനെ കേടായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, ഫെർമെൻറ്റേഷൻ ഹാസ് എ നമ്പർ ഓഫ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഫെർമെൻറ്റേഷൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇൻ ബേക്കറീസ്, സെക്കൻഡ് വൺ ഇൻ ബ്രീവറീസ്, തേർഡ് വൺ ഇൻ പ്രൊഡ്യൂസിങ് വിനെഗർ ആൻഡ് ടാനിങ് ഓഫ് ലെതർ, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദ എബോവ്. നമുക്കറിയാം ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറിയിൽ ബ്രെഡും കേക്കും ബിസ്ക്കറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫെർമെൻറ്റേഷൻ വഴിയാണ്. അതുപോലെ നമ്മുടെ വൈന് മറ്റ് ആൽക്കോളിക് ഡ്രിങ്കുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഫെർമെൻറ്റേഷൻ വഴിയാണ്. ദെൻ വിനാഗർ സിന്തസിസ്, ലെതർ ടാനിങ്ങിലൊക്കെ നമ്മൾ ഫെർമെൻറ്റേഷൻ എന്ന പ്രോസസ്സാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ജെനറ്റിക് എഞ്ചിനീയറിംഗ്. എന്താണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? It is the construction and utilization of a new DNA molecule that have been engineered by a recombinant DNA techniques. Recombinant DNA technique യൂസ് ചെയ്തിട്ട് പുതിയ DNA മോളിക്യൂൾ കൺസ്ട്രക്ട് ചെയ്യുകയും അതിനെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെക്നിക് ഓഫ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണ്? ദ പ്രൊഡക്ഷൻ ഓഫ് റീകോമിനന്റ് DNA. റീകോമിനന്റ് DNAയുടെ പ്രൊഡക്ഷനാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ ടെക്നിക് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ട്രാൻസ്ജെനിക് ഓർഗാനിസം? എന്താണ് ട്രാൻസ്ജെനിക് ഓർഗാനിസം? ജെനറ്റിക്കലി എഞ്ചിനീയർഡ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ട്രാൻസ്ജെനിക് ഓർഗാനിസം എന്ന് പറയുന്നത്. ജെനറ്റിക്കലി നമ്മൾ പുതിയ ജീൻ ക്യാരി ചെയ്യുന്ന ഒരു ഫോറിൻ ജീൻ ഇൻസേർട്ട് ചെയ്ത ജെനറ്റിക്കലി എഞ്ചിനീയർഡ് ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ട്രാൻസ്ജെനിക് ഓർഗാനിസം എന്നാണ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബയോ റെമഡിയേഷൻ? എന്താണ് ബയോ റെമഡിയേഷൻ? ബയോളജിക്കലി ഉള്ളൊരു റെമഡിയേഷൻ ആണ്. എന്താണ്? ഇറ്റ്സ് എ റിമൂവൽ ഓഫ് പൊല്യൂട്ടൻസ് ഇൻ ദ എൻവയോൺമെന്റ് ബൈ ദ യൂസ് ഓഫ് ജെനറ്റിക്കലി എഞ്ചിനീയർഡ് ബാക്ടീരിയ. ജെനറ്റിക്കലി എഞ്ചിനീയർഡ് ബാക്ടീരിയാസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ എൻവയോൺമെന്റിലെ പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബയോ റെമഡിയേഷൻ എന്ന് അറിയപ്പെടുന്നത്. എത്രയാണ് നമ്മുടെ 13th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മേജർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മേജർ ടോപ്പിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ചാപ്റ്ററും കൂടിയാണ് പി ലെവലിൽ പബ്ലിക് എക്സാം ലെവലിൽ നോക്കാനുള്ളത്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ചാപ്റ്റർ, ദ ഇമ്മ്യൂണോബയോളജി. ഇമ്മ്യൂണോബയോളജി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് അല്ലേ? ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഡിസോർഡേഴ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following cell is involved in the cell mediated immunity? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സെൽസ് ഏതാണ്? ഇമ്മ്യൂണിറ്റി സെൽസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഏതൊക്കെയാണ്? ടി സെൽസും ബി സെൽസും ആണ്. ഇതിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സെൽ എന്ന് പറയുന്നത് നമ്മുടെ ടി സെൽസ് ആണ്. Therefore correct answer option B ആണ്. Next question, from the following which is the main function of immunological defense? ഇമ്മ്യൂണോളജിക്കൽ ഡിഫെൻസിൻ്റെ മെയിൻ ഫങ്ഷൻസ് താഴെ തന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ഡിഫെൻസ് അഗെയിൻസ്റ്റ് മൈക്രോ ഓർഗാനിസം, സെക്കൻഡ് ഓപ്ഷൻ റെക്കഗ്നീഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് എ മ്യൂട്ടൻറ്റ് സെല്ല്, തേർഡ് ഓപ്ഷൻ റിമൂവൽ ഓഫ് എ ഡാമേജ്ഡ് ഓർ നോൺ ഫങ്ഷണൽ സെൽ ടു മെയിൻറ്റെയിൻ ദ നോർമൽ സ്റ്റേറ്റ്. നോർമൽ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാമേജ്ഡ് അല്ലെങ്കിൽ നോൺ ഫങ്ഷണൽ സെൽസ് റിമൂവ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഇമ്മ്യൂണോളജിക്കൽ ഡിഫെൻസിൻ്റെ ഫങ്ഷൻസ് തന്നെയാണ്. Therefore കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഓർഗൻ ഫൗണ്ട് ഇൻ ബേർഡ് വെർ ബി സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ്. ബി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻ എവിടെയാണ്? എസ്പെഷ്യലി ബേർഡ്സിൽ ബി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ റിപ്പീറ്റഡ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ബേർഡ്സിൽ ബി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗനെ നമ്മൾ അറിയപ്പെടുന്നത് ദ ബേഴ്സ ഓഫ് ഫാബ്രിക്കസ് എന്നാണ്. ബേഴ്സ ഓഫ് ഫാബ്രിക്കസ് എന്നാണ്. Therefore കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, what are two specific immune response we developed in our body when we are infected? നമ്മൾ ഇൻഫെക്റ്റഡ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ദ ഡിഫെൻസ് അഗെയിൻസ്റ്റ് ദ മൈക്രോ ഓർഗാനിസം സച്ച് ആസ് വൈറസ് ആൻഡ് ബാക്ടീരിയ, അതൊരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. റെക്കഗ്നേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് മ്യൂട്ടൻറ്റ് സെൽ, അതൊരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോഡി ഇൻഫെക്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് ഏതൊക്കെയാണ്? ആ മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള വൈറസ് ബാക്ടീരിയ ഡിഫെൻസ് ചെയ്യുക, അതുപോലെ തന്നെ മ്യൂട്ടൻറ്റ് സെൽസിനെ റെക്കഗ്നൈസ് ചെയ്ത് ഡിസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇൻഫെക്റ്റ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇമ്മ്യൂൺ റെസ്പോൺസുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കില്ലിംഗ് ഓഫ് ക്യാൻസർ സെൽസ്?
ക്യാൻസർ സെൽസിൻ്റെ കില്ലിങ്ങിന് കാരണമായിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഏതാണ്, ഏത് ടൈപ്പ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് നമ്മുടെ ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലേ. സെൽ മീഡിയേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് നമ്മുടെ ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് 3 ഇത് തന്നിട്ടുണ്ട്, അതായത് 3 റെസ്പോൺസുകൾ തന്നിട്ടുണ്ട്. അതിൽ എക്സാമ്പിൾസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 3 വാക്സിൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, കിൽഡ് ഓർഗാനിസം വാക്സിൻ. കിൽഡ് ഓർഗാനിസം വാക്സിൻ എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമ്മുടെ ടൈഫോയിഡ് വാക്സിന്, അതുപോലെ തന്നെ പെർട്ടോസിയസ് വാക്സിൻസ് ഒക്കെ എന്താണ് നമ്മുടെ കിൽഡ് ഓർഗാനിസം വാക്സിൻസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, ലൈവ് അറ്റന്വേറ്റഡ് ഓർഗാനിസം വാക്സിൻ. ലൈവ് അറ്റന്വേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസിൻ്റെ വാക്സിൻസ് ഏതൊക്കെയാണ്? നമ്മുടെ BCG, അതുപോലെ തന്നെ റുബെല്ല വാക്സിൻ ഒക്കെ എന്താണ് ലൈവ് അറ്റന്വേറ്റഡ് ഓർഗാനിസം വാക്സിൻസ് ആണ്. നെക്സ്റ്റ്, ടോക്സോയിഡ് വാക്സിൻസ്. ടോക്സോയിഡ് വാക്സിൻസ് ഏതൊക്കെയാണ്? നമ്മുടെ ഡിഫ്തീരിയ വാക്സിൻ എന്താണ് ടോക്സോയിഡ് വാക്സിൻ ആണ്. അതുപോലെ തന്നെ ടെറ്റനസ് നമ്മൾ കൊടുക്കുന്ന വാക്സിനും ടോക്സോയിഡ് വാക്സിൻസ് ആണ്. ഈ എക്സാമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബി സെൽസിൻ്റെ ഫംഗ്ഷൻ. ഏതെങ്കിലും 2 ഫംഗ്ഷനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ദെർഫോർ 2 ഫംഗ്ഷൻ എഴുതിയാൽ മതി. ഫസ്റ്റ് ഫംഗ്ഷൻ, ഇനീഷ്യേറ്റ് ദ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബി സെൽസ് ആണ്. നെക്സ്റ്റ്, ട്രാൻസ്ഫോം ഇൻ ടു പ്ലാസ്മ സെൽ വിച്ച് സീക്രേറ്റ് ആൻറ്റിബോഡി. അതിനെ പ്ലാസ്മ സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും, അതായത് പ്ലാസ്മ സെൽസിൽ വെച്ചിട്ടാണ് ആൻറ്റിബോഡി സീക്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസിനെ ഇനീഷ്യേറ്റ് ചെയ്യുകയും അതിനെ പ്ലാസ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ബി സെൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബി സെൽസിൻ്റെ മെയിൻ 2 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ 31st ചാപ്റ്ററിൽ വരുന്ന മേജർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബയോളജിയിൽ നമ്മുടെ പബ്ലിക് എക്സാമിന് വരുന്ന 18 ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിക്ക പോർഷൻസും കവർ ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെർഫോർ ആ ഒരു പാഠഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ബയോളജിയുടെ ഈ ലൈവ് സെക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇത്രയാണ് നമ്മുടെ ബയോളജിയിൽ വരുന്ന മിക്ക ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും പോർഷൻസ് ആണ് മെയിനായിട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചാൽ തന്നെ നമുക്ക് ബയോളജി ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. ദെർഫോർ എല്ലാവരും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതുക. നമ്മുടെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദെർഫോർ ആ സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും പഠിക്കുക. നമുക്ക് പുതിയൊരു ലൈവുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.